1980കളിൽ ഡിറ്റർജന്റ് ഇന്ത്യയിൽ ഒരു വിപ്ലവമായിരുന്നു. പിന്നീട് ഇന്ത്യയിലെ എല്ലാ വീടുകളിലും വാഷിംഗ് പൗഡർ താങ്ങാവുന്നതാക്കിയ ഒരു ചരിത്രകഥ. 1969ൽ സയൻസ് ഗ്രാജുവേറ്റ് ആയ കർസൻഭായ് പട്ടേൽ സോഡ ആഷും കുറച്ച് ചേരുവകളും ചേർത്ത് ഒരു ഡിറ്റർജന്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം അയാളുടെ പ്രവർത്തനങ്ങൾ ഫലം കണ്ടു. അയാൾക്ക് ഫോർമുല ശരിയായി ലഭിച്ചു. അദ്ദേഹം അതൊരു ബിസിനസ് ആക്കി മാറ്റുകയും പരസ്യത്തിന് പണമില്ലാതെ വന്നപ്പോൾ പട്ടേൽ ലളിതമായ ഒരു തന്ത്രം ഉപയോഗിച്ചു. ചെറിയ പട്ടണങ്ങളും ഗ്രാമങ്ങളും ലക്ഷ്യം വെച്ച് അദ്ദേഹം തന്റെ സൈക്കിളിൽ നിർമ്മ വിറ്റു തുടങ്ങി. വാർത്ത വേഗത്തിൽ പരന്നു. പട്ടേൽ തന്റെ ഡിറ്റർജന്റിന് 3 രൂപയായിരുന്നു വില നൽകിയത്. അക്കാലത്ത് സർഫിന്റെ വില 13 രൂപയായിരുന്നു. നല്ല ഗുണനിലവാരവും കുറഞ്ഞ വിലയും ഉൽപ്പന്നത്തെ ഒരു ഹിറ്റാക്കി മാറ്റി. ഉൽപ്പന്നം വാങ്ങുന്നതിൽ വലിയ മൂല്യം കണ്ടെത്തിയ ആളുകൾ അത് സ്വീകരിച്ചു. ബിസിനസിന്റെ ഉയർന്ന സാധ്യതകൾ കണ്ടപ്പോൾ 3 വർഷത്തിന് ശേഷം കർസൻഭായ് തന്റെ സർക്കാർ ജോലി ഉപേക്ഷിച്ച് മുഴുവൻ സമയ സംരംഭമായി തുടർന്നു. നിർമ്മ ഡിറ്റർജന്റിൽ നിന്നില്ല, പിന്നീട് സോപ്പുകൾ, സിമന്റ്, ഫാർമസ്യൂട്ടിക്കൽ വരെയായി വികസിച്ചു. ഒരു വ്യക്തിയുടെ പ്രവർത്തനത്തിൽ നിന്ന് നിർമ്മ 17,000 കോടിയുടെ മൂല്യമുള്ള ഒരു കമ്പനിയായി മാറി. 1980കളിൽ പുറത്തിറങ്ങിയ ഈ ഐക്കോണിക് ജിംഗിൾ ഇന്ത്യയിലെ ഏറ്റവും അവസ്മരണീയമായ പരസ്യങ്ങളിൽ ഒന്നായി മാറി. ഇത് വെറും ഒരു പാട്ടായിരുന്നില്ല, ഇതൊരു വികാരമായിരുന്നു. ഇന്നും അത് ആളുകൾ ഓർക്കുന്നു. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് തകർക്കാൻ കഴിയാത്ത മൂല്യം വാഗ്ദാനം ചെയ്യുക, നിർമ്മ ചെയ്തതുപോലെ ഉറച്ചു നിൽക്കുന്ന ഒരു ബ്രാൻഡ് നിർമ്മിക്കുക എന്നതാണ്. ഇനി ഏത് സക്സസ്ഫുൾ ബിസിനസിന്റെ ഡീകോഡിംഗ് ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ.